അടുത്ത വാർത്തയിലേക്ക്. ഓർത്തഡോക്സ് സഭയുടെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ഇന്നാണ്. എറണാകുളം മുളന്തുരുത്തിയിലാണ് ഈ യോഗം. സഭയുടെ 4 പുതിയ മെത്രാപ്പൊലീത്തമാരെ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കും. സഭയുടെ പള്ളികളിൽ നിന്നുള്ള 4500ഓളം പ്രതിനിധികൾ നേരിട്ടും ഓൺലൈനായും പങ്കെടുക്കും. 50% വോട്ട് നേടുന്നവരെയാണ് തെരഞ്ഞെടുക്കുക. 6 സ്ഥാനാർത്ഥികളെയാണ് സഭാ മാനേജിംഗ് കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. സജോ ദേവസിയുടെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് സജോ. 4 പുതിയ മെത്രാപ്പൊലീത്തമാരെ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കും. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി ഷിഹാസ്, ഓർത്തഡോക്സ് സഭയുടെ മലങ്കര അസോസിയേഷൻ യോഗമാണ് ഇന്ന് മുളന്തുരുത്തിയിൽ നടക്കുക. രാവിലെ മുളന്തുരുത്തി പള്ളിയിൽ വിശുദ്ധ കുർബാന, അതിനുശേഷം മാനേജിംഗ് കമ്മിറ്റി യോഗം ചേരും. തുടർന്ന് അസോസിയേഷനിൽ പങ്കെടുക്കുന്ന മെത്രാപ്പൊലീത്തമാരെ ഈ സമ്മേളന നഗരിയായ വെട്ടിക്കൽ ദയാറയിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. അവിടെയാണ് ഈ യോഗം നടക്കുക. സഭയുടെ വിവിധ പള്ളികളിൽ നിന്ന് 4500ഓളം പ്രതിനിധികളാകും പങ്കെടുക്കുക. വിദേശങ്ങളിൽ നിന്നടക്കമുള്ള പ്രതിനിധികൾ ഓൺലൈനായിരിക്കും പങ്കെടുക്കുക. 6 സ്ഥാനാർത്ഥികളാണുള്ളത്. 4 മെത്രാപ്പൊലീത്തമാരെ തിരഞ്ഞെടുക്കും. അസോസിയേഷൻ യോഗം വോട്ടെടുപ്പിലൂടെയാകും തിരഞ്ഞെടുക്കുക. ഭൂരിപക്ഷം വോട്ടുകൾ 50%-ലധികം വോട്ടുകൾ നേടുന്ന 4 മെത്രാപ്പൊലീത്തമാരെ ആയിരിക്കും തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുപ്പ് പൂർത്തിയാവുക വൈകിട്ട് 7 മണിയോടുകൂടിയായിരിക്കും. 7 മണിക്ക് ശേഷമായിരിക്കും ഫലപ്രഖ്യാപനം ഉണ്ടാവുക. ഫാദർ അനീഷ് കെ സാം, ഫാദർ എൽദോസ് എ, ഫാദർ സാംജി ജോർജ്, ഫാദർ ഷിബു മത്തായി, ഫാദർ തോമസ് പോൾ റമ്പാൻ, ഫാദർ യാക്കോബ് തോമസ് റമ്പാൻ എന്നിവരാണ് സ്ഥാനാർത്ഥികളായി സഭാ മാനേജിംഗ് കമ്മിറ്റി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. മുളന്തുരുത്തിയിൽ അസോസിയേഷൻ നടക്കുന്നു എന്ന സവിശേഷതയുണ്ട്. മറ്റൊന്ന്, ഏതാണ്ടൊരു നൂറ്റാണ്ടോളമായി തുടരുന്ന സഭാ തർക്കം, പള്ളിത്തർക്കം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു നിർണായക ഘട്ടമാണ്. സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഹൈക്കോടതിയിൽ സർക്കാരടക്കം കൊടുത്ത സത്യവാങ്മൂലം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതായത് മധ്യസ്ഥതയിലൂടെ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തേടുന്നു എന്ന കാര്യമുണ്ട്. അത് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയായി വരികയൊന്നുമില്ല, ചർച്ചയായി വരികയൊന്നുമില്ല എങ്കിൽ കൂടിയും അത്തരം ഒരു പശ്ചാത്തലം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പള്ളിത്തർക്കം ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന മേഖല എന്നത് എറണാകുളം ജില്ലയാണ് എന്നൊരു സവിശേഷത അടക്കമുണ്ട്. ഒപ്പം സഭയുടെ തുടർന്ന് അങ്ങോട്ടേക്കുള്ള സഭയുടെ അധ്യക്ഷൻ കൂടിയായ വ്യക്തമാണ്. സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.